നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സന്ദേശങ്ങളും വിശേഷങ്ങളുമായി നന്മയും നർമ്മവും നിറഞ്ഞ ഒരു ന്യൂ എപ്പിസോഡ്. വെൽക്കം ടു ജീസസ് കിഡ്സ്. നമ്മൾ എപ്പോഴും നന്മ ചെയ്താൽ നമ്മുടെ ലോകം എന്നും നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും തരികിടയാണെങ്കിലോ മറ്റുള്ളവരുടെ കാര്യം പോലും കട്ടപ്പോകുകയായിരിക്കും. പക്ഷെ ബിലിൻ, എല്ലാവരിലുമുണ്ട് നന്മയും തിന്മയും. അതേറെയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. അതെനിക്ക് ബ്ലസ് ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി. പോ ബിലിൻ, നല്ല കാഴ്ചയും വായനയും നമ്മിലെ നന്മ വളർത്തും. എന്നാൽ പിന്നെ നമുക്ക് കാട്ടിലെ കഥകൾ കാണാൻ പോയാലോ? വളരെ നല്ലത്. ഓരോ കഥകളും ഓരോ സച്ചിന്തകൾ നൽകും. കാണാം കാട്ടിലെ കൂട്ടുകാർ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരു നേരാവും. അവരെന്നെ കാത്തു മുഷിഞ്ഞിട്ടുണ്ടാകും. വീട്ടിലെ പണിയെല്ലാം തീർത്ത് കഴിയുമ്പോഴേക്കും പിന്നെ എവിടെയാ സമയം? പിന്നെ കൂലി, ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ആ വമ്പൻ സാറിന്റെ വീട് പരിചയവുമില്ല. അല്ലെങ്കിൽ അവര് പോയാലും കുഴപ്പമില്ലായിരുന്നു, അവരുടെ പുറകെ പോയാൽ മതിയല്ലോ. നേരമില്ല കപിലെ, ഞാനൊരു വഴി പോവാ. അതെങ്ങോട്ടാ? കുറച്ച് ദൂരെയാ. എവിടാണെന്ന് പറ, ഞാനും വരാം. വമ്പൻ സാറിന്റെ വീട് വരെയാ. അതെയോ? എന്താ കാര്യം? കപിലെ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല. കവി വരുന്നെങ്കിൽ വാ. എന്നെ കാത്ത് ഗംഭീർ കളവിൽ സാഹിത്യകാരൻ പപ്പി സാർ അവിടെ നിൽപ്പുണ്ട്. സാഹിത്യകാരൻ പപ്പിക്കൂട്ടനോ? ആ അതെ കപിൽ, വമ്പൻ സാറിന്റെ വീട്ടിൽ നല്ലൊരു വിരുന്നുണ്ട്. വിരുന്നോ? അതെ, കഴിഞ്ഞ വർഷം ജംഗൽ പുരസ്കാരം നേടിയ പപ്പി സാറിനെ ആദരിക്കുകയാണ്. കപിൽ, ഭക്ഷണത്തെക്കാൾ ഉപരി നമ്മൾ പപ്പി സാറിന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളെ കുറിച്ചാ നാം ചിന്തിക്കേണ്ടത്. അറിവ് മണ്ണാങ്കട്ട, അത് നിനക്ക്, ഫുഡ് എനിക്ക്. അതാണ് എന്റെ പോളിസി. അതെ, മഹാനായ പപ്പി സാറിന്റെ ഓരോ വാക്കും നമുക്ക് പ്രയോജനപ്പെടും. അധികം പുകഴ്ത്തണ്ട, ഞാൻ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. എങ്കി വാ, നമ്മൾ കാരണം അവര് വൈകരുത്. അല്പം വൈകിയാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുമോ? കപിൽ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. വരുന്നുണ്ടെങ്കിൽ വേഗം വാ, നമുക്ക് വേഗം നടക്കാം. പോലെ വേഗത്തിൽ നടക്കാൻ പറ്റത്തില്ല, ഒന്ന് പതുക്കെ നടക്ക്. കപിൽ, നമ്മളെ കാത്തൊരു മഹത് വ്യക്തി നിൽക്കുന്നത് ശരിയാണോ? നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠയില്ലായ്മയാണ് അത് കാണിക്കുന്നത്. പപ്പിക്കുട്ടനെ കണ്ടില്ല, അതിനു മുമ്പേ തുടങ്ങിയോ സാഹിത്യം? സാഹിത്യമല്ല കപിൽ, സമയനിഷ്ഠ. അത് നമ്മൾ പാലിക്കണം. സമയം വിലപ്പെട്ടതാ. സമയം ആരെയും കാത്തു നിൽക്കാറില്ല. സമയത്തിനനുസരിച്ച് നാം ചലിക്കണം. അടുത്ത ജംഗൽ പുരസ്കാരം നിനക്ക് കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നു. കളിയാക്കണ്ട. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അവരെ കളിയാക്കുന്നത് ശരിയല്ല. ഞാനൊന്നും പറഞ്ഞില്ലേ. ദേ, നല്ല വിശപ്പുണ്ട്, നമുക്ക് വേഗം പോകാം. എങ്കിൽ വേഗം നടക്ക്. എന്തൊരു ശല്യമായത്. ആകാശക്കൂടാരത്തിന് താഴെ ചേക്കേറുന്ന ജീവികൾക്കായി ഒരു ജീവിതം മുഴുവൻ മുഴുവനേച്ച. എത്ര സമയമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ പീലിത്തത്തെ എവിടെ പോയി കിടക്കാണ്? ഞങ്ങള് വൈകിയോ? നിങ്ങൾ വൈകിയോന്നാ?
എത്ര നേരമായി നിങ്ങളെയും കാത്തി ഇവിടെ നിൽക്കുന്നു? സാർ നമുക്ക് പോകാം. ഇതാര് പീലിത്തത്തിയോ? നമുക്ക് പോകാം. ഞാൻ അല്പം വൈകിപ്പോയി. ഓ സാരമില്ല. സമയമാം രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ രഥചക്രം താഴും, ചിലപ്പോ രഥം നയിക്കുന്ന ആൾ തളരും. സാരമില്ല, പോകാം. ഒന്ന് മിണ്ടാതിരി, എന്നെ കൊണ്ട് തോറ്റു. ആ ശരി, നമുക്ക് പുറപ്പെടാം. ശരി പപ്പി സാറേ. എങ്കിൽ വരൂ. വാ, കപിൽ. മലഞ്ചൂരൽ ചെരുവിൽ ഡിന്നർ കഴിക്കാൻ നിന്നും എന്തൊക്കെ പങ്കപ്പാടാ. പുറത്തെത്തുന്നു. മണൽ വാരുന്നത് മൂലം പുഴകൾ മരുഭൂമിയാകുന്നു. ആ വമ്പൻ സാറ് കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ആ വരണം വരണം, പപ്പി സാർ എത്തിയല്ലോ. വമ്പൻ സാറേ, നടന്ന് നടന്ന് മടുത്തോ? ശരീരം ഒന്ന് ചൂടായി, അത്ര മാത്രം. എങ്കിൽ നിങ്ങൾ ഇരിക്കി, ഞാൻ അല്പം വെള്ളം എടുത്തിട്ട് വരാം. ഓ എല്ലാം പതുക്കെ മതി, ഇനിയും ധാരാളം ആളുകൾ വരാനുള്ളതല്ലേ. ഗംഭീർ, വരാൻ കേട്ടോ. എല്ലാവരും ഇരിക്കേ. ഇരുന്നില്ലേ? കണ്ടോ വമ്പൻ സാറിന്റെ ആതിഥ്യ മര്യാദ? കണ്ടു സാറേ. നമ്മളെ അദ്ദേഹം മുറ്റത്ത് വന്ന് സ്വീകരിച്ചത് കണ്ടില്ലേ? നിങ്ങളാണെങ്കിലോ? അത് സാർ, അത് പിന്നെ ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ വേണമെങ്കിൽ കയറി ഇരി, അത്ര മാത്രം അല്ലേ? അത് സാർ, അതെ, ഇപ്പോഴത്തെ മര്യാദയൊക്കെ അങ്ങനെയാ. നമ്മളുടെ വീട്ടിൽ വരുന്ന വ്യക്തിയെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സ്വീകരിക്കുന്നവരുടെ കടമയാ. ഒരു ഡിന്നർ കഴിക്കാൻ വന്നതാണോ ഇപ്പൊ ഞാൻ ചെയ്ത കുറ്റം? എന്തൊക്കെ കേൾക്കണമോ ആവോ. എന്താ കപിലിന് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു? അത് പിന്നെ അതിഥി സൽക്കാരം, അത് കണ്ടാൽ അറിയാം ആ അതിഥിയോടുള്ള നമ്മുടെ സ്നേഹം. ഓ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും അല്ലേ? ആ ഇതാ എടുക്കൂ. എല്ലാം പോഷിപ്പിച്ചു. അതും പോയി. നാണക്കേടായി. സാരമില്ല, ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം. വേണമെന്നില്ല സാറേ, ഞങ്ങൾ ഈ പ്രകൃതി രമണീയതയെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം. അപ്പോഴേക്കും എല്ലാവരും വരും. അപ്പോഴേക്കും ഞാൻ ഉച്ചഭക്ഷണം റെഡിയാക്കാം. ഓ അത് മതി. ഫുഡിങ്ങിനുള്ളൊരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ചാടിക്കേറിയതാ. ഉള്ള വെള്ളവും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫുഡാകുന്നത് വരെ കാത്തിരിക്കണം. ആക്രാന്തം പിടിച്ച് മൊത്തം തട്ടിയിട്ടത് പോരാ, നിന്ന് വയറ് തിരുമെന്നോ? ആ സാറേ, പിന്നെ കുറച്ചപ്പുറം ഒരു വെള്ളച്ചാട്ടമുണ്ട്, നല്ല ഭംഗിയാ. സമയമുണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാ. ആഹാ, വളരെ നല്ലത്. എങ്കിലൊന്ന് കണ്ടു കളയാം അല്ലേ ഗംഭീർ? വരൂ പീലിത്തത്തെ. നല്ലൊരു ഐഡിയ ആണ്. കപിൽ, നീ വരുന്നില്ലേ? പിന്നെ ഞാൻ വരാം സാർ. എങ്കിൽ വാ. വെള്ളച്ചാട്ടല്ലേ? അപ്പൊ പോയിട്ട് വരാം അമ്മ സാറേ. സാറേ പോയിട്ട് വരാം. കപിൽ, നമ്മൾ ആഹാരത്തോട് ആർത്തി കാണിക്കരുത്. ഒരു സദസ്സിലും മറ്റുള്ളവരുടെ മുമ്പിൽ നാം ചെറുതാകരുത്. മനസ്സിലായോ? മനസ്സിലായി സാർ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം വലിച്ചുവാരി തിന്നുക, അമിതമായ ആർത്തി കാണിക്കുക, വികൃതമായ ഭക്ഷണ രീതി, ഇവയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ അളക്കുന്ന അളവുകോലുകളാ. എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ആവർത്തിക്കില്ല. നല്ല കുട്ടി. തെറ്റ് തിരിച്ചറിഞ്ഞ് നല്ല മാർഗം സ്വീകരിക്കുക, ആ പാതയിലൂടെ സഞ്ചരിക്കുക. ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുള്ള കുറുക്കു വഴിയാണ് ഇതെല്ലാം. എങ്കിൽ വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. എത്ര മനോഹരം! എന്ത് ഭംഗിയാലേ ഈ സ്ഥലം കാണാൻ. എന്ത് ഭംഗിയാ കാണാൻ അല്ലേ? എത്ര രസമാ. അതെ 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 അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എന്നാലും എനിക്ക് കണ്ടിട്ട് പേടിയാവും. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. മനസ്സിലായില്ല. ദൈവം തന്റെ മക്കളുടെ സന്തോഷത്തിനായി കരുതി വെച്ചതാണ് ഇവയെല്ലാം. ഭയം ജനിപ്പിക്കുമെങ്കിലും എത്ര മനോഹരവും അതിശയകരവുമാണ് ഇവയെല്ലാം. എന്തെല്ലാം കാര്യങ്ങളാണ്
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓരോന്നിനെയും ഓർത്ത് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ജീവിതം മുഴുവൻ പറഞ്ഞാലും തീരില്ലാത്ത അത്രയധികം നന്മകൾ. ആ പറഞ്ഞത് ശരിയാ. നാം പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ സുനാമിയെ കുറിച്ചും വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കുറിച്ചുമെല്ലാം. കഷ്ടം, എത്ര ജീവിതങ്ങളാ അനാഥമാകുന്നത്. ശരിയാണ് കേട്ടോ. ദൈവം എന്തിനാ ഇത്ര ക്രൂരനാകുന്നത്? ദൈവത്തിന്റെ ക്രൂരതയല്ല, നാം ചെയ്യുന്നതിന്റെ പ്രതിഫലമാണിതെല്ലാം. നാം മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും മണൽ വാരി പുഴകൾ നശിപ്പിക്കുകയും പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവം ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത് നിശ്ചിത ലക്ഷ്യത്തോടെയാണ്. അതിന് വിപരീതമായ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നാം അവസാനിപ്പിക്കണം. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നാം അനുഭവിക്കണം. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഇനി എന്താ ഒരു പോംവഴി? എങ്ങനെയാ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക? പ്രകൃതിയെ സ്നേഹിക്കുക, അവൾക്ക് അഹിതമായത് ചെയ്യാതിരിക്കുക. അതെ, പ്രകൃതിയെ സംരക്ഷിക്കാനായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതുവഴി നമുക്ക് തണൽ ലഭിക്കും, പക്ഷികൾക്ക് ചേക്കേറാൻ ഇടമാകും. അങ്ങനെ ഒരു കൊച്ചു കാര്യം വഴി എന്തെല്ലാം നന്മകൾ നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റും. ശരിയാ. ഇനി കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ വഴി ഭൂമിയെ മനോഹരിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അനാദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമിയെ നോക്കി എല്ലാം മനോഹരമായിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. നമ്മുടെ ഈ കൊച്ചു നാടിനെ നോക്കി മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. നമ്മുടെ പ്രവർത്തികൾ മൂലം ആകാശവും മലിനമായിരിക്കുകയാണല്ലോ. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു എന്ന് സങ്കീർത്തനം 19:1 പറയുന്നു. ദൈവത്തെ അനവരതം മഹത്വപ്പെടുത്തുന്ന ആകാശവും ഭൂമിയും നാം മനോഹരമായി സൂക്ഷിക്കണം. അത് ദൈവമക്കളായ നമ്മുടെ കടമയാണ്. സംസാരിച്ചുകൊണ്ട് നിന്ന് നാം സമയം പോയത് അറിഞ്ഞില്ല. വരും, നമുക്ക് മടങ്ങാം. വമ്പൻ സാർ നമ്മളെ കാത്തിരിക്കുകയാണ്. വാ, പോകാം. നമ്മിലെ നന്മ വളർത്തുമെന്നതിന് ഈ കഥ ഉദാഹരണമല്ലേ? ഇതുപോലെ തന്നെയാ നല്ല ചിത്രങ്ങൾ, അതും ബൈബിൾ ചിത്രങ്ങൾ. വർണ്ണപ്പകിട്ടിന്റെ വിശുദ്ധിയുമായി, നിറങ്ങളുടെ നന്മയുമായി ചിത്രശാല. പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ജോസഫിനെ ഫറവോ ഈജിപ്തിൻ്റെ അധികാരിയാക്കുന്നൊരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. 41-ാം അധ്യായം. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെ. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. 7 നല്ല കതിരുകളും 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിരു നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷമാണ്. ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങളും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നു പോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല.
കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറപ്പിച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം. ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിന്റെ 1/5 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവൻ്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിന് മേലാളിയായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തൻ്റെ 2ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനയ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. നമ്മുടെ സ്വപ്നങ്ങൾ ദൈവ പദ്ധതികളോട് ചേർത്ത് വെച്ചാൽ ഉയരങ്ങൾ കീഴടക്കാമെന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദേവസി സാറിന്റെ വിരൽപ്പാടുകളിലൂടെ നമ്മിൽ പതിയുന്നത് ദൈവവചനമാണ്. ജീവന്റെ വചനം നിറപ്പകിട്ടോടെ അവതരിപ്പിക്കുന്ന ദേവസി സാറിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കുമാകാം രചനകളും അഭിനന്ദനങ്ങളും. എല്ലാം ജീസസ് കിഡ്സിലേക്ക് എഴുതൂ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ഒരു എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ബൈ.